കടമക്കുടി കൊച്ചിയിലെ വേമ്പനാട്ടുകായലിനോട് ചേർന്ന മനോഹരമായ ദ്വീപ് സമൂഹമാണ്. ഇതിന്റെ ചരിത്രം കേരളത്തിന്റെ പ്രാചീന സംസ്കാരത്തോടും വ്യാപാര പരമ്പരയോടും ചേർന്നതാണ്. കടമക്കുടി പ്രദേശം പഴയകാലത്ത് തന്നെ ജലമാർഗ വ്യാപാരത്തിനും മത്സ്യബന്ധനത്തിനും പ്രസിദ്ധമായിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത ശൈലിയും സംസ്കാരവും ഇവിടെ കാണുന്ന ചൈനീസ് വലകൾ അഥവാ ചീന വല പോലുള്ള മത്സ്യബന്ധന രീതികൾ പഴയകാല ചൈന കൊച്ചി ബന്ധങ്ങളുടെ തെളിവായി കരുതപ്പെടുന്നു. നഗരവൽക്കരണത്തിന്റെ സ്വാധീനമുണ്ടെങ്കിലും കടമക്കുടി ഇപ്പോഴും പരമ്പരാഗത ജീവിത രീതിയും പ്രകൃതി സൗന്ദര്യവും നിലനിർത്തുന്ന സ്ഥലമായി അറിയപ്പെടുന്നു. സീസൺ 2 കടമക്കുടിയിലേക്ക് ഒരു യാത്ര. ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് കാക്കനാട് സീസൺ 2 നിന്ന് ഉച്ചയ്ക്ക് 2:30 എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് ഈ ട്രിപ്പിനായി ഒരുങ്ങിയത്. കോർഡിനേറ്റർ ഹരിപ്രിയ, ഓപ്പറേഷണൽ സൂപ്പർവൈസർ രാഹുൽ, കൂടാതെ അന്ന, മാത്യു. അവരുടെ കരുതലുള്ള സാന്നിധ്യം ഈ യാത്രയെ കൂടുതൽ സന്തോഷകരമാക്കി. കൊച്ചിയിലെ സാധാരണ ട്രാഫിക് ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ഞങ്ങളുടെ ആവേശം കുറച്ചില്ല. ഓരോരുത്തരിലും ഒരു ശാന്തമായ ആവേശം, എന്തോ മനോഹരമായ ഒന്നിനെ കാണാനുള്ള ഒരു കാത്തിരിപ്പ്. ഏകദേശം 3:30 ഞങ്ങൾ റിസോർട്ടിൽ എത്തിച്ചേർന്നു. അവിടെ ഗൈഡുകളായ പ്രസാദേട്ടനും ജോസിയേട്ടനും വളരെ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിച്ചു. സമയം അല്പം നിശ്ചലമായ പോലെ തോന്നി. പ്രകൃതിയോട് ചേർന്ന ഇടങ്ങളിൽ മാത്രമേ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. കുറച്ചു സമയം വെറുതെ സംസാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചീന വലയെക്കുറിച്ച് അറിയാൻ വേണ്ടി പോയി. പ്രസാദേട്ടൻ വളരെ മനോഹരമായി അതിന്റെ പ്രവർത്തനം വിശദീകരിച്ചു തന്നു. ദ്വീപുകളുടെ ജനങ്ങളുടെ ജീവിതവും ഈ 14 ദ്വീപുകളുടെ പരസ്പര ആശ്രയത്വവും അദ്ദേഹം വളരെ ഭംഗിയായി പറഞ്ഞു തന്നു. കടമക്കുടി ഒരു സ്ഥലം മാത്രമല്ല, വേമ്പനാട് കായൽ വഴി നടന്നിരുന്ന അന്തർദേശീയ വ്യാപാരത്തിൽ ഈ പ്രദേശത്തിന് ചെറിയ പങ്കുണ്ടായിരുന്നുവെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. അതിനുശേഷം ഒരു ചെറിയ ഇടവേളയായിരുന്നു. ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നൊരു ഇടവേള. ചായയും പഴംപൊരിയും. ആ നിമിഷം ഒരുപാട് സ്പെഷ്യലായിരുന്നു. ആ കാഴ്ചയും പ്രകൃതിയും ഇവ രണ്ടും കൂടി കൂടിയപ്പോൾ ആ രുചി ഒരു വേറിട്ട അനുഭവമായി മാറി. ചായ കുടിക്ക് ശേഷം ഞങ്ങളെ കാത്ത് ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് അവിടെ റെഡിയായിരുന്നു. അങ്ങനെ ഓരോരുത്തരായി സംസാരവും കഴിഞ്ഞ് മെല്ലെ ബോട്ടിനടുത്തേക്ക് നീങ്ങി.
പിന്നീട് എല്ലാവരും ബോട്ടിലേക്ക് കയറാൻ തുടങ്ങി. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പ്രസാദേട്ടൻ ദ്വീപ് ജീവിതത്തെക്കുറിച്ചും ഒരു ചെറിയ പരിചയം നൽകുകയുണ്ടായി. ചിലരുടെ ഉള്ളിൽ മറഞ്ഞുകിടന്ന ഓർമ്മകൾ വീണ്ടും പുറത്തേക്ക് വന്നു. ആദ്യമായി കണ്ടത് ഒരു ഇൻ്റഗ്രേറ്റ് ഫാമിംഗ് ആയിരുന്നു. അഥവാ കോഴികളും താറാവുകളും അവയുടെ മാലിന്യം മത്സ്യങ്ങൾക്ക് ഭക്ഷണമാകുന്നതും പ്രകൃതിയുമായി ചേർന്നുള്ള ഒരു ജീവിത രീതിയുടെ ഒരു പുനരാവിഷ്കരണമായിരുന്നു അവിടെ ഞങ്ങൾ കണ്ടത്. ബോട്ടിൽ നിന്നുള്ള കാഴ്ചകൾ പിന്നെ പറയണ്ടല്ലോ, വളരെ ശാന്തവും ഒരുപാട് ഓർമ്മകൾ ജനിപ്പിക്കുന്നതുമായിരുന്നു. ദ്വീപ് ജീവിതം ഞങ്ങളുടെ മുന്നിൽ ഒരു തുറന്നിട്ട ലോകം പോലെയായി. അവിടെ ആളുകൾ വേഗതയില്ലാതെ ശാന്തമായി അവരുടെ ദിവസങ്ങൾ നയിക്കുന്നു. നാട്ടുകാരുടെ ദിനചര്യയും അവരുടെ ലളിതമായ ജീവിതവും ഞങ്ങളെ ഒരുപാട് ആകർഷിപ്പിച്ചു. പ്രസാദേട്ടൻ തൻ്റെ കഥകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ചരിത്രവും പ്രകൃതിയും മനുഷ്യജീവിതവും ഒരുമിച്ച് ചേർത്ത് അദ്ദേഹം ഒരു ഗൈഡ് മാത്രം ആയിരുന്നില്ല. പ്രസാദേട്ടൻ പറഞ്ഞ കഥകൾക്ക് അവസാനമില്ലായിരുന്നു. വെള്ളത്തിലിങ്ങനെ നീന്തി കളിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഞങ്ങളിൽ പലർക്കും പഴയ കുട്ടിക്കാല ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു. അതിനിടയിൽ പക്ഷികളുടെ ശബ്ദങ്ങൾ പ്രകൃതിയുടെ സ്വന്തം സംഗീതം പോലെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. കണ്ടത് സെന്റ് ഫ്രാൻസിസ് പള്ളിയായിരുന്നു. പുറമേന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ പള്ളിയായി തോന്നുമെങ്കിലും ഒരു സമൂഹത്തിന്റെ ഹൃദയം പോലെ ഇവിടുത്തെ സമൂഹ ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നു ആ പള്ളി. അകലെയുള്ള 14 ദ്വീപുകളിലേക്കും ചികിത്സയും സഹായവും പരിചരണവും ഒക്കെ എത്തിക്കുന്ന സ്നേഹമുള്ള ഓർമ്മപ്പെടുത്തൽ പോലെ മൊബൈൽ ആശുപത്രികളും ഞങ്ങൾ കാണുകയുണ്ടായി. ഓയിസ്റ്റർ ഷെല്ലുകൾ അഥവാ ജലനിരപ്പിൽ കാണുന്ന കക്കകളിൽ നിന്ന് നിർമ്മിക്കുന്ന വേമ്പനാട് സിമന്റ്, വെള്ളത്തിൽ നിന്ന് തന്നെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടെത്തുന്ന ഒരു ലോകം, അതാണ് കടമ്പക്കുടി എന്ന് പറയുന്നത്. പ്രകൃതിയുമായുള്ള ബന്ധം ഇവിടെ ഓരോ കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയും.
ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം തന്നെയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളെയും കടമക്കുടിയിലേക്ക് എത്തിക്കുന്നത് കയാക്കിങ്ങിന് ഒരു വലിയ പങ്കുണ്ട്. മണ്ണ് സംരക്ഷിക്കുന്ന പ്രകൃതിയുടെ കരുതൽ പോലെ ഒരുപാട് കണ്ടൽ കാടുകൾ. അതേപോലെ തന്നെ ഉപ്പുവെള്ളത്തിൽ വളരുന്ന നെല്ലും ചെമ്മീൻ കൃഷിയും ഒരുമിച്ചുള്ള കടമക്കുടിയിൽ മാത്രം കാണുന്ന ഒരു അത്ഭുതം തന്നെയാണ് പൊക്കാളി കൃഷി എന്ന് പറയുന്നത്. അതും ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ വേമ്പനാട് തടാകം സ്വർണ്ണ നിറത്തിൽ തിളങ്ങി. ആ നിമിഷം വർഷങ്ങളായി അനുഭവിക്കാത്ത ഒരു സമാധാനം നൽകി. കടമക്കുടി നമുക്കൊരു യാത്ര മാത്രമല്ല നൽകിയതെന്ന് തോന്നി. നിശബ്ദമായി നിൽക്കാൻ, നമ്മളെ തന്നെ തിരിച്ചറിയാൻ ഒരവസരം തന്നതുപോലെ. ലോകം എത്ര വേഗത്തിൽ ഓടിയാലും എപ്പോഴും ഒരു ശാന്തമായ ഇടം നമ്മെ കാത്തിരിക്കുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ജീവിതത്തിൽ നിന്ന് വിരമിക്കലല്ല, മറിച്ച് ഞങ്ങൾ പഠിച്ചത് ജീവിക്കുക നിശ്ചലതയിൽ പോലും. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.